ആരും വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ ഞാൻ കയറ്റുമല്ലോ എന്ന് ലാലേട്ടന്റെ എപ്പിസോഡിൽ ലക്ഷ്മിക്കെതിരെ ആദില നൂറ വിഷയത്തിൽ സംസാരിക്കുന്നുണ്ട്. ആദിലക്കും നൂറയ്ക്കും വേണ്ടിയിട്ടാണ് ലാലേട്ടൻ അവിടെ സംസാരിച്ചിരിക്കുന്നത്. ആ ഒരൊറ്റ ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ഒരൊറ്റ ഡയലോഗോട് കൂടെ ലാലേട്ടനെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും വലിയൊരു നടനായിട്ട് പോലും ഇത്ര ഒരു മഹാനടനാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടു കൂടെ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു ആളാണ് ലാലേട്ടൻ. എന്തായാലും ഈ ഒരു ഡയലോഗ് മതി ആദിലക്കും നൂറക്കും ആ മനസ്സൊന്ന് തണുത്ത് സന്തോഷിക്കാനായിട്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ലക്ഷ്മിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത്, എന്തിനാണ് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളുടെ ചെലവിലൊന്നുമല്ലല്ലോ അവർ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി മുമ്പ് ഹൗസില് ആദില നൂറയ്ക്കെതിരെ സംസാരിച്ചതാണ്, ഇവളുമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന്. ആ ഒരൊറ്റ ഡയലോഗോട് കൂടെ ലക്ഷ്മിയുടെ ഗ്രാഫ് കുത്തനെ താഴുകയാണ് ചെയ്തത്. അതിൻ്റെ ഒന്നും ആവശ്യം ലക്ഷ്മിക്ക് ഇല്ലായിരുന്നു. എന്തായാലും ഇതിൽ ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം, ആദില നൂറ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് ആദിലക്കും നൂറക്കും ഒരുപാട് ഹേറ്റേഴ്സ് ആണ് കൂടുതലുണ്ടായിരുന്നത്. അവരുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളും ഫുൾ നെഗറ്റീവ് ആയിരുന്നു അവർക്ക് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത്. അവരെ അംഗീകരിക്കുന്നവർ വളരെയധികം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദിലയും നൂറയും ബിഗ് ബോസിലേക്ക് വന്നതോടുകൂടെയാണ് ആദിലയുടെയും നൂറയുടെയും യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാകുന്നത്. അവർ ഇങ്ങനെയാണ്, അവരുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പ്രേക്ഷകർ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്തത്. ബിഗ് ബോസിൽ വന്നതോടുകൂടെ ആദിലക്കും നൂറക്കും സപ്പോർട്ടേഴ്സ് കൂടി വരികയാണ്. എന്തായാലും ആദിലയും നൂറയും ഇപ്പോ ബിഗ് ബോസ് ഹൗസിലെ നല്ലൊരു ക്വാളിറ്റി കണ്ടസ്റ്റൻസ് കൂടിയാണ്. നല്ല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന നല്ല രണ്ട് മത്സരാർത്ഥികളാണ് ആദില നൂറ. ആർക്കും തന്നെ ഹൗസിലുള്ള മത്സരാർത്ഥികൾക്കോ പുറത്തുള്ളവർക്കോ ഒന്നും തന്നെ ഇപ്പോൾ ആദിലയും നൂറയും വെറുപ്പില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇതോടുകൂടെ ആദിലക്കും നൂറക്കും സപ്പോർട്ടേഴ്സ് കൂടി വരികയാണ്.